ജിദ്ദയിൽ നിന്ന് കേരളമാകെ ഒരു നേരത്തെ ആഹാരം പദ്ധതിയുമായി മലബാർ അടുക്കള. വിശപ്പെന്ന മനുഷ്യവേദനയെ മതത്തിന്റെയോ ജാതിയുടെയോ വർണ്ണത്തിന്റെയോ അതിരുകളിൽ പൂട്ടാതെ ശുദ്ധമായ മനുഷ്യ സ്നേഹത്തിന്റെ ഭാഷയിലാണ് മലബാർ അടുക്കള പ്രവർത്തിക്കുന്നത്. സാമൂഹിക സേവനങ്ങളുടെ തുടർച്ചയായി ഈ വർഷവും സംഘടന ഒരു നേരത്തെ ആഹാരം എന്ന പദ്ധതിയുമായി ശക്തമായി രംഗത്തെത്തി. പദ്ധതിയുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ജിദ്ദയിൽ നിന്നാണ്. പ്രവാസ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും പ്രത്യേകിച്ച് വനിതകളുടെ സജീവ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി ഭക്ഷണ വിതരണം നടന്നു. ജിദ്ദയിലെ ഉപ്പുപാടം പ്രദേശത്തും ബലദിയ ക്യാമ്പിലുമായി സംഘടിപ്പിച്ച പരിപാടികളിൽ 700-ലധികം ആളുകൾക്ക് മന്തി ഉൾപ്പെടെയുള്ള ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു. ആവശ്യക്കാരെ നേരിട്ട് കണ്ടെത്തിയാണ് സഹായം എത്തിച്ചത്. ഭൂമിയിൽ ആരും വിശപ്പോടെ ഉറങ്ങരുത് എന്ന സന്ദേശം യാഥാർത്ഥ്യമാക്കുന്ന സേവനമായിരുന്നു ഇത്. ജിദ്ദ കോർഡിനേറ്റർ കുബ്ര ലത്തീഫിന്റെ നേതൃത്വത്തിൽ നിരവധി എക്സിക്യൂട്ടീവ് അംഗങ്ങളും സന്നദ്ധ പ്രവർത്തകരും പങ്കെടുത്തു. ജിദ്ദയിൽ ആരംഭിച്ച ഈ പ്രവർത്തനം പിന്നീട് കേരളത്തിലേക്കും വ്യാപിച്ചു. എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വിവിധ ചാപ്റ്ററുകളുടെ നേതൃത്വത്തിൽ ഭക്ഷണ വിതരണം നടന്നു. പാലിയേറ്റീവ് കേന്ദ്രങ്ങൾ, വൃദ്ധസദനങ്ങൾ, സർക്കാർ ആശുപത്രികൾ, തെരുവോരങ്ങളിൽ കഴിയുന്നവർ, ചിൽഡ്രൻസ് ഹോമുകൾ തുടങ്ങിയ ഇടങ്ങളിലാണ് പ്രധാനമായും ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തത്. ലോകത്ത് വിവിധ രാജ്യങ്ങളിലായി സജീവമായ മലബാർ അടുക്കള അംഗങ്ങളുടെ കൂട്ടായ പരിശ്രമമാണ് പദ്ധതിയുടെ ശക്തിയെന്ന് നേതൃത്വം വ്യക്തമാക്കി. പട്ടിണിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഒരു നേരത്തെ ആഹാരം പദ്ധതി നടപ്പാക്കുന്നതെന്ന് ചെയർമാൻ മുഹമ്മദ് അലി ചക്കോത്ത് പറഞ്ഞു. ഇത് വരും കാലങ്ങളിലും ശക്തമായി തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശപ്പിനെതിരായ മലബാർ അടുക്കളയുടെ ഈ പ്രവർത്തനം മനുഷ്യനോടുള്ള ഉത്തരവാദിത്വത്തിന്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലായി മാറുകയാണ്. വിജയ് ഫുഡ്സ്, പേര് മാറാത്ത പെരുമ മാറാത്ത പാരമ്പര്യം.